ഇവർ അത് വിട്ട് കളഞ്ഞിട്ട് ഇവർക്ക് സ്വർഗം അടിച്ചു മാറ്റാൻ വേണ്ടി കൽപ്പനകളെ അത് കൂടുതൽ ഭാരപ്പെട്ടതാക്കിയിട്ട് അവർക്ക് മാത്രം അത് പാലിക്കാൻ പറ്റുന്ന രീതി കൽപ്പനകൾക്ക് വ്യാഖ്യാനപ്പിരിവ് നൽകിയിട്ട് ഇവരത് പാലിച്ച് സംതൃപ്തി അടയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഇന്ന് ഈശോ ജഡമെന്ന് വിളിക്കുക. എന്നിട്ട് പറയും ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാണ്, ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണെന്ന് പറയും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ അനുഷ്ഠാനങ്ങളെല്ലാം നടത്തി ജഡമായിട്ട് ജീവിക്കും. ജഡമാണ് ഈ ജഡത്തിൻ്റെ നമ്മൾ ശരിക്കും സഭയിലെ ആൾക്കാർ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് സങ്കടകരമായൊരു തിരിച്ചറിവാണ്. ഈ 50 അല്ലെങ്കിൽ 60% ജഡമാണ് ശരിക്കും പറഞ്ഞാൽ. ദൈവത്തെ കാണുന്നതും അവരുടെ ദൈവത്തോട് അടുക്കുന്നതും ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ ദൈവത്തിന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഒരു നടപ്പാത നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് നാഷണൽ ഹൈവേ ഒക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിലൂടെ നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മനുഷ്യർക്ക് പോകാൻ വേണ്ടിയാണ്, വാഹനത്തിന് പോകാനല്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു ദൈവത്തിന് സൈഡ് ചേർന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ വേണ്ടി ഒരു നടപ്പാത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പ്രാർത്ഥനയും കുരിശിൻ്റെ വഴിയൊക്കെ കാര്യമായിട്ട് നടന്നോളും. ഈ വാഹനങ്ങൾ പോണ നടുക്കൂടിയാണ്. അവിടെ മനുഷ്യൻ്റെ കള്ളത്തരങ്ങളും കുതന്ത്രങ്ങളും അതുപോലെ തന്നെ ആക്രാന്തങ്ങളും ഇതെല്ലാം മെയിൻ സ്ട്രീമിലാണ് പോണത്. അതുകൊണ്ടാണ് അതിനാണ് ജഡമെന്ന് പറയുന്നതിൻ്റെ കാരണം. നിങ്ങളിപ്പോൾ പെന്തക്കോസ്തിലേക്ക് പോകുമ്പോൾ കർത്താവ് ഇയാളെയാണ് ആദ്യം ട്രീറ്റ് ചെയ്യാനതെന്ന് ഓർത്തേക്കണം. നിക്കോദേമോസ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് അവിടെ. അപ്പം നിക്കോദേമോസിനെ ട്രീറ്റ് ചെയ്യുകയാണ് ശരിക്കും ഇനി മുന്നോട്ടുള്ള വഴികളിലേക്ക്. ഇനി ഓരോരുത്തരുടെ ഈശോ എടുത്തെടുത്ത് ട്രീറ്റ് ചെയ്യണത് കാണാം. ഇപ്പം 4-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഈശോ സമരക്കാരത്തെ ട്രീറ്റ് ചെയ്യും. 5-ാമത്തെ അധ്യായത്തിൽ ചെല്ലുമ്പോൾ ബെത്സൈദാക്കുളത്തിലെ രോഗിയെ ട്രീറ്റ് ചെയ്യും. ഇത്രയും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈശോ ദിവ്യകുർബാനയുടെ ഡിസ്കോഴ്സിലേക്ക് പോണത്. വളരെ ചിട്ടപ്പെടുത്തിയാണ് യോഹന്നാൻ അത് വളരെ ശ്രദ്ധയോടെയാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം, നമുക്ക് ഈ ടോക്കിന് പരിമിതികളുണ്ട്. ഈ അച്ഛൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഭാഗങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കാര്യം എനിക്ക് വളരെ നിർബന്ധമാണ് നിങ്ങൾ എല്ലാവരും നിങ്ങൾ അച്ഛൻ്റെ ടോക്ക് രാവിലെയുള്ള ശുശ്രൂഷ കൂടുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് കൂടുതൽ.